السلام عليكم ورحمة الله وبركاته. اوكي ان شاء الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ربنا زدنا علما. الحمد لله. കഴിഞ്ഞ ആഴ്ച തീരെ ഞാൻ ക്ലാസ് എടുത്തിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ സൂറത്ത് സുമറും ഉണ്ട്, സൂറത്ത് ആല ഇമ്രാനും ഉണ്ട് എടുക്കാൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറത്ത് ആല ഇമ്രാൻ എടുക്കാന്നാ വിചാരിക്കുന്നത്. അതിനു മുമ്പ് ഈ കഴിഞ്ഞ മിഞ്ഞാന്ന് വെള്ളിയാഴ്ച അബ്ദുസലാം മൗലവിന്റെ ഖുത്തുബ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കേട്ടിനോ? കേട്ടു ടീച്ചറെ, കേട്ടു. കേട്ടോ അല്ലേ? എന്തായാലും എല്ലാരും ഒന്നും കേട്ടിട്ടുണ്ടാവൂല എന്നൊക്കെ തോന്നുന്നുണ്ട്. അതൊന്ന് കേൾക്കണം കേട്ടോ എല്ലാരും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പിന്നെ കേൾക്കണം, മനസ്സിരുത്തി കേൾക്കണം, പോയിന്റ്സ് നോട്ട് ചെയ്യുകയും ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്, അതിൽ കേട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പോയിന്റ് ചെയ്ത കാര്യങ്ങളുണ്ട്. അത് ഞാൻ വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോ പിന്നെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ? അള്ളാഹു പോരെ, അതായത് അള്ളാഹു മതിയാകുന്നില്ലേന്നാണ്. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. അപ്പോ പിന്നെ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാല് ഇന്നത്തെ ലോകത്തെ ഫിത്നകളുടെ അവസ്ഥകളെ കുറിച്ചാണ് പറയുന്നത്. വെച്ചാല് വളരെ വ്യാപകമായ രീതിയിൽ ഫിത്ന വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഓരോ ദിവസം കഴിയും തോറും ഫിത്നകളുടെ അളവ് കൂടി കൂടി വരികയാണ്. അത് അങ്ങനെ തന്നെയാ പറഞ്ഞത് അല്ലെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോ കാലഘട്ടം ഇനി അങ്ങോട്ട് കഴിയും തോറും കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു പറയുന്നുണ്ട്. പരീക്ഷണങ്ങളുടെ ഒരു ലോകത്താണ് അല്ലെ? ഞാനെപ്പോഴും ഒരു പ്രാർത്ഥന ഓർക്കാറുണ്ട്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചത് തന്നെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത് വഹബ്ബൽ മസാകീൻ വഅൻ തഗ്ഫിർ ലി വതർഹംനി വഇൻ അറദ്ത ഫിത്നത ഖൗമിൻ ഫതവഫനി ഗൈറ മഫ്തൂൻ. ശരിക്കും അത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയ ഒരു പ്രാർത്ഥനയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നന്മകൾ പ്രവർത്തിക്കാന്, പിന്നെ അതുപോലെ തിന്മകൾ ഉപേക്ഷിക്കാൻ, അതിനോടുള്ള വിരോധം, അതുപോലെ പാവങ്ങളോടുള്ള ഇഷ്ടം, ഓക്കെ. അതുപോലെ നീ ഒരു സമൂഹത്തിന് ഫിത്ന ഉദ്ദേശിക്കുകയാണെങ്കിൽ വൈൻ അറത്ത ഫിത്നത ഖൗമിൻ ഫതവഫനി ഗൈറ മഫ്തൂൻ, അല്ലെ? എന്നെ ഒരു പരീക്ഷിക്കപ്പെട്ടവനാകാത്ത രീതിയിൽ നീ എന്നെ മരിപ്പിക്കണേന്ന, ഈ ഫിത്നയിലൊന്നും അകപ്പെടുത്താതെ. സുബ്ഹാനല്ലാഹ്. ഒരു വല്ലാത്തൊരു പ്രാർത്ഥനയായിട്ട് എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിന്റെ തുടക്ക ഭാഗങ്ങൾ വളരെ നല്ല കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയും പിന്നീട് ഒരു കാര്യത്തെ തൊട്ട് നമ്മൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയും ചെയ്യുന്നത് അല്ലെ? അള്ളാഹു ഒരു ഫിത്നയിലും അകപ്പെടുത്താതെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അപ്പം വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ ഒരിക്കലും ഒരു ഫിത്നയുടെ മുമ്പിലും പതറിപ്പോകാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് അള്ളാഹുവിനെ കുറിച്ചൊരു തെറ്റായ ഒരു ചിന്ത നമ്മൾ മനസ്സിൽ വന്നു പോകരുത്. അള്ളാഹു റബ്ബുൽ ഖൈറ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര, ആ വാക്ക് അദ്ദേഹം അത് പറയുമ്പോ നമുക്ക് ഭയങ്കര ഇത് ഇഷ്ടപ്പെട്ടു പോയി. ചില അള്ളാഹ് നമുക്ക് പിന്നെ അള്ളാഹ് ഒരിക്കലും നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോകണം എന്ന് അള്ളാഹ് വിചാരിക്കൂല. അള്ളാഹ് നമുക്ക് ഹൈറ് മാത്രമേ ഉദ്ദേശിക്കൂന്ന് പറയും. പക്ഷെ ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് അത് അറിയൂല അല്ലെ? നമ്മൾ വിചാരിക്കില്ല. പറയില്ല, ആസ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും ആസ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും, അല്ലെ? വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. ചില കാര്യങ്ങൾ നിങ്ങൾ വെറുക്കുന്ന കാര്യം, പക്ഷെ അത് നിങ്ങൾക്ക് ഹൈറായിരിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഷർറായിരിക്കും. അത് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയൂല, എനിക്ക് അള്ളാഹു ആണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത്. അപ്പം ഹൈറ്, നമ്മള് ചില കാര്യങ്ങൾ നമുക്കത് ഷെറായിട്ട് തോന്നുന്നെങ്കിലും അത് വലിയൊരു ഹൈറിനുള്ള ഒരു കാര്യമായിരിക്കാം അത്. പക്ഷെ അതിലുള്ള ഹൈറ് നമുക്ക് അറിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വൈകുന്നുണ്ടാവും അല്ലെ? അപ്പൊ റബ്ബുൽ ഹൈറാണ് അള്ളാഹു. അത് നമ്മള് കൃത്യമായി നമ്മളെ മനസ്സിൽ ഉണ്ടാകണം.
പിന്നെന്ന് പറഞ്ഞാല് നമ്മൾ ജീവിക്കുന്നത് ഈ ദുനിയാവിലാണല്ലോ അല്ലെ. ഈ ദുനിയാവ് എന്ന് പറയുന്നത് എന്താണ്? അത് ഫിത്നയുടെ ലോകമാണ്. എന്തായാലും ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഫിത്നകൾ ഉണ്ടാകും അല്ലെ. അപ്പൊ നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അതാണ് ഇതിൽ പറഞ്ഞ പോയിന്റ്സ് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തതാണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് മെയിൻലി നമ്മള് പരിശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. വർക്ക് ചെയ്യണം. നമ്മള് വെറുതെ ഇരിക്കാൻ പാടില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നിരന്തരമായ പ്രാർത്ഥനയും. പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് കുറച്ചും കൂടി അധികരിച്ചിട്ട് വേണ്ട ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൂടുതലായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു ലോകത്താണ് നമ്മളുള്ളത്. എന്ന് പറഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ നല്ല പോലെ പ്രാർത്ഥിച്ച് 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 ആ കാര്യം നമ്മൾ നേടിയെടുക്കണം. മെയിൻലി നമ്മുടെ മക്കളെ വിഷയത്തിൽ അല്ലെ. ഇന്നത്തെ തലമുറ, വളർന്നു വരുന്ന തലമുറ എന്ന് പറയുന്നത്, നമ്മൾ ഇന്നലെ ഒരു കുഞ്ഞു മോളെ ഒരു ക്ലാസ് നമ്മൾ കേട്ടില്ലേ, ക്യാമ്പസിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയാ, നമുക്ക് കൃത്യമായിട്ട് അത് വരച്ച് കാണിച്ചു തന്നു. ഇനി ഒരു ആൺകുട്ടീനെ കിട്ടണം ഇതുപോലത്തെ, നമുക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റൂ അല്ലെ. ശരിക്കും എന്തെല്ലാമാണ് ഇന്ന് ദുനിയാവിൽ നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു എല്ലാ മക്കളും, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എല്ലാരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഓരോ സെക്കൻഡിലും നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ വെറും പ്രാർത്ഥനയും പോരാ, നമ്മള് ഉപദേശങ്ങളായിക്കൊണ്ടും നമ്മളെ ജീവിതം കൊണ്ട് നല്ല രീതിയിൽ ജീവിച്ചിട്ട് മാതൃക കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു പരിധിവരെ നമുക്ക് എന്താക്കാൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ മക്കളെ നല്ലവരാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാ മക്കളെയും സാലിഹീങ്ങളായ സന്താനങ്ങളായിട്ട് അള്ളാഹു മാറ്റിത്തരട്ടെ. ആമീൻ. ഈ ദുനിയാവിലും നാളെ പരലോകത്തും ഉപകാരപ്പെടുന്ന മക്കളായിട്ട് അള്ളാഹു മാറ്റട്ടെ. ആമീൻ. കാരണം ഈ ഫിത്നയുടെ ലോകം എന്ന് പറഞ്ഞല്ലോ, നമ്മളെ മക്കള് ഫേസ് ചെയ്യേണ്ടി വരുന്ന പിന്നെ പലതരത്തിലുള്ള ഫിത്നകൾ ഉണ്ട് ഇന്ന്. മെയിൻലി ഈ സോഷ്യൽ മീഡിയ തന്നെ. ഇതിലൂടെ ആണ് കൂടുതൽ ഇന്ന് ഫിത്നകൾ വ്യാപിക്കുന്നത്. പല രൂപത്തിലാണ് അത് കടന്നു വരുന്നത്. അപ്പം അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതൊരു പരിധിവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം. പ്രാർത്ഥന നിർബന്ധമാണ്. പ്രാർത്ഥന എന്താ പറയാ, സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാം. അള്ളാഹു നമ്മളെ ആഫിയത്തിന് ചോദിക്കാൻ പറഞ്ഞില്ലേ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള പ്രാർത്ഥന നിങ്ങൾ ആഫിയത്തിന് ചോദിക്കാൻ പറഞ്ഞില്ല. ആ ആഫിയത്തിന് ചോദിക്കുന്ന പ്രാർത്ഥനയിൽ രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന ഉണ്ട് അല്ലെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക العفو والعافية في الدنيا والآخرة اللهم إني أسألك العفو والعافية في ديني ودنيا وأهلي ومالي. ശരിക്കും അത് ഭയങ്കര നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. അഫവും ആഫിയത്തും എന്തിലെല്ലാം കിട്ടണം? ദീനിൽ, ദുനിയാ വ അഹ്ലി അല്ലെ, നമ്മളെ കുടുംബത്തില്. അപ്പൊ ഈ അഹ്ലി എന്ന് പറയുമ്പോ നമ്മളെ മനസ്സിൽ വരണം ആ ദുആയിലും പ്രാർത്ഥിക്കുമ്പോ. വമാലി അല്ലെ, അല്ലാഹുമ്മസ്തുർ ഔറാത്തി. എന്താ അത് പറയുന്നത്? നമ്മളെ ന്യൂനതകൾ നീ മറച്ചു വെക്കണേ റബ്ബേ അല്ലെ. വആമിൻ റൗആത്തി اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي അല്ലെ وأغتال من تحتي. ശരിക്കും വലതുഭാഗത്തും ഇടതുഭാഗത്തും മോളും താഴെയും അല്ലെ എല്ലാ നിലക്കും നീ എന്നെ സംരക്ഷിക്കണേ റബ്ബേ. നല്ല പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയെല്ലാം ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഇടയിലെല്ലാം ഒന്ന് എപ്പോഴും കൊള്ളിച്ചാലും അവസാനം പറഞ്ഞില്ലേ നൗതാലമിൻ തഹ്തി. ഇപ്പൊ നടക്കുന്ന ഒരു സംഭവമില്ലേ, ഒരാള് പോയിട്ട് ലോറി അയാളെ കാണുന്നില്ല. ശരിക്കും ഈ പ്രാർത്ഥനയെല്ലാം എന്താന്ന് അതിന്റെ ഒരു ഇത് വിചാരിച്ചു പോയി ഞാന്. നമുക്ക് എപ്പോഴും ഇത് പ്രാർത്ഥിക്കുമ്പോ നമ്മൾ വിചാരിക്കും എന്താ നമ്മളെ താഴ്ത്തോ, പക്ഷെ നമ്മൾ അള്ളാന്റെ ഒരു കഴിവ് വിചാരിച്ചാല് ആ ഒരു താഴ്ത്തൽ തെരഞ്ഞിട്ട് കാണുന്നില്ലല്ലേ. എന്തെല്ലാം കണ്ടുപിടിച്ച മനുഷ്യന്മാർക്കും അള്ളാന്റെ ഒരു ഇതാ അവിടെ പ്രാർത്ഥന. ഇല്ല, ശരിക്കും ഓരോ ഈ രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകളിലുള്ള ഓരോ പ്രാർത്ഥനന്റെയും അർത്ഥം ഒന്ന് മനസ്സിരുത്തിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയാട്ടെ. നമുക്ക് അതെന്നെ മതി. ശരിക്കും അള്ളാന്റെ ഒരു സംരക്ഷണാണ് ഈ അദ്കാറുകൾ, രാവിലെ വൈകുന്നേരമുള്ള ദിക്ർ എന്നെല്ലാം പറയുന്നത്. അതിലായ അർത്ഥം നമ്മൾ ഓർത്തിട്ട് തന്നെ പ്രാർത്ഥിക്കണം ശരിക്കും. അന്നേരമാണ് ശരിക്കും ഇതിൽ ഇത്രമാത്രം ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മളോട് ഇത് ചൊല്ലാൻ ഇങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിനത്രയും കഴമ്പുണ്ട്, അതിനത്രയും ആഴങ്ങളിലുള്ള
അർത്ഥങ്ങളുണ്ട് അതിന്. നമുക്ക് ആവശ്യമുള്ളതാണ്. എന്നിട്ട് നമ്മളത് ശ്രദ്ധയില്ലാതെ അലക്ഷ്യമായിക്കൊണ്ട് അല്ലെങ്കിൽ ചൊല്ലാതെ നമ്മൾ വിട്ട് കളയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. നമ്മള് ദുആ കൊണ്ട് നമ്മള് നമ്മളെ കാര്യങ്ങൾ നേടണം. നമ്മളെ ആയുധം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് പറയും. എപ്പോഴും 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 അല്ലാഹുമ്മ അസ്അലുക മിൻ ഫദ്ലിക, അതെല്ലാം പള്ളി കയറുമ്പോ അല്ലെ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ അങ്ങനെയല്ലേ ചോദിക്കുന്നത്. പക്ഷെ ഇതിലല്ലേ നമുക്ക് എപ്പോഴും ചോദിക്കുക. ശരിക്കും അള്ളാന്റെ ഫضലിൽ നിന്ന് ഞാൻ റബ്ബേ നിന്നോട് ചോദിക്കുന്നല്ല, നിന്റെ റഹ്മത്തിൽ നിന്ന് ഞാൻ ചോദിക്കുന്നല്ല അല്ലെ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ്. ശരിക്കും ഈ യാ ഹയ്യു യാ ഖയ്യൂം വിളിക്കുമ്പോൾ തന്നെ അത് അള്ളാഹിന് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹ് നമ്മള് അസ്തഗീസ് നസ്തഗീസ് എന്നെല്ലാം പറയുമ്പോ നമ്മള് സഹായം ചോദിക്കുന്നു എന്നുള്ള നിലക്കുള്ളതാണല്ലേ ഓരോ പ്രാർത്ഥനയും. അങ്ങനെ അങ്ങനെ നമ്മള് മുമ്പ് പ്രാർത്ഥനക്കായിട്ട് ഒരു ദിവസം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഇൻഷാ അള്ളാഹ് വിചാരിക്കുന്നു ഓരോന്നും നമ്മള് പറഞ്ഞു പോയി കഴിഞ്ഞതാണെങ്കിലും വീണ്ടും വീണ്ടും അതെല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള ക്ലാസ് എല്ലാം കേൾക്കുമ്പോന്ന് ശരിക്കും ഭയങ്കര മാഷാ അള്ളാഹ്. അപ്പം നമ്മള് ഒന്നും ശരിയാവൂല എന്ന് വിചാരിക്കാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ ചിന്തിക്കാൻ അള്ളാഹിനെ കുറിച്ച് നമ്മൾ നല്ലതേ ചിന്തിക്കാൻ പാടും. നമ്മള് ദുആ ചെയ്ത് നമ്മൾ പരിശ്രമിച്ച അള്ളാഹു സഹായിക്കും. അപ്പൊ ചിലപ്പം ഈ ദുനിയാവിൽ ചിലപ്പോ കാലാകാലം ചിലപ്പോൾ നമുക്ക് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയായിരിക്കും. പക്ഷെ ഇതിലൊന്നും നമുക്കൊരു നഷ്ടം വിചാരിക്കുകയേ ചെയ്യാൻ പാടില്ല. കാരണം എന്താ, ഇവിടെ ഇല്ലാലോ നമ്മളെ ജീവിതം അല്ലെ. ഞാൻ ഇത്ര തഹജ്ജുദ് നിസ്കരിച്ചിട്ടും ഞാൻ ഇങ്ങനെ ഖുർആൻ പഠിച്ചിട്ടും ഞാൻ ഖതം ഓതിയിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും എന്റെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ലല്ലോ, എനിക്ക് എപ്പോഴും കഷ്ടപ്പാടും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും തന്നെയാണല്ലോ എന്നൊരിക്കലും നിരാശപ്പെടാൻ പാടില്ല. അതാ പറയുന്നത്. അള്ളാഹിനെ കുറിച്ച് നമ്മൾ ഹൈറാന്ന് നമ്മൾ വിചാരിക്കും. അള്ളാഹ് നമുക്ക് ഒരുപാട് ഹൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ഇവിടുന്ന് എന്തിനാ തരുന്നില്ലേ, ഇവിടുന്ന് തന്നെ എല്ലാം തന്നാ അവിടെ എത്തിയാൽ ഇല്ലാണ്ടായി പോകുന്ന സഹാബാക്കൾക്ക് ഭയം ഉണ്ടായത്. ഇവിടുന്ന് തന്നെ എല്ലാ സുഖം കിട്ടിയിട്ട് അവിടെ നഷ്ടപ്പെട്ടു പോകും, അവിടെ ഇല്ലാണ്ടായി പോകും, അവര് പേടിച്ചത് അങ്ങനെയാ. പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലേ, നമുക്ക് ഇവിടെയും നല്ല സുഖം വേണം, അവിടെയും നല്ല സുഖം വേണം, അങ്ങനെ നമ്മളെ ആഗ്രഹം. എന്തായാലും നമ്മൾ ഒന്നിലും ഒരു നിരാശയോ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയോ നമുക്ക് കൊണ്ടുവരാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര സമാധാനം, നമുക്ക് ആശ്വാസം ഈ ദുനിയാവ് തന്നെ അനുഭവിക്കാൻ കഴിയും. എല്ലാം വിടണം, എല്ലാം വിട്ടുകൊടുക്കണം. അതായത് ഇപ്പം പറയുന്നില്ലേ ചില കാര്യങ്ങൾ, സമയത്ത് നമ്മൾ കേൾക്കുന്നില്ലേ നമ്മളെ പാപങ്ങള് ശരിക്കും അത് നമ്മളെ പരീക്ഷണങ്ങളെ കടുപ്പമുള്ളതാക്കുന്ന പറയും. പരീക്ഷണങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ, ഫിത്നയുടെ ഒരു ലോകാ നിന്ന്. പക്ഷെ ശരിക്കും അത് കടുപ്പമുള്ളതാക്കുന്നത് നമ്മളെ പാപങ്ങളാണ്. എങ്ങനെയാണെന്നറിയോ, നമ്മൾ പാപം ചെയ്യുമ്പോ നമുക്ക് ദ്വാ ചെയ്യാൻ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല അല്ലെ. ഞാൻ ചോദിച്ച, കാരണം ഞാൻ ഇത്രയും തിന്മകൾ ഒരു ഭാഗത്ത് ചെയ്യുമ്പോ അള്ളാഹ് അത് കേൾക്കോ എന്നുള്ളൊരു ആത്മവിശ്വാസക്കുറവ് സ്വന്തത്തിൽ തന്നെ ഉണ്ടാവും. അത് തന്നെ പരീക്ഷണങ്ങൾക്ക് ഗാഠത കൂട്ടുന്ന പറയുന്നത്. അതാ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ പറയുന്നത്. അതായത് നേരെ മറിച്ച് പൂർണ്ണമായും അള്ളാഹുവിൽ നമ്മള് തവക്കുൽ ചെയ്ത് ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരാളാണെങ്കിലേ നമുക്ക് നല്ല കരുത്തുണ്ടാകുമെന്ന് പറയും. നമ്മള് നല്ല സ്ട്രോങ് ആകും. ശരിക്കും ഇസ്തിഗ്ഫാർ നമ്മളെ സ്ട്രോങ് ആക്കും. എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്ത് നോക്ക്. അത് നമുക്ക് ഭയങ്കര ആത്മവിശ്വാസവും നമ്മളെ എല്ലാം നമുക്ക് സ്ട്രോങ് ആക്കി തരും. നമ്മളെ എല്ലാത്തിനും നമുക്ക് നേരിടാനുള്ള ഒരു കരുത്ത് നേടിത്തരുന്ന ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ. അതുപോലെ തന്നെ തവക്കുല്. നമ്മൾ അള്ളാഹ്ക്ക് അങ്ങ് വിട്ടു കൊടുത്തേക്കാം. എന്ത് നമ്മളെ മുമ്പിൽ വന്നാലും അള്ളാഹ് അറിയാണ്ടില്ലേ ഒരു ഇതെല്ലാം നമ്മൾ പലപ്പോഴും കേൾക്കുകയോ അറിയുകയും ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ അന്നേരം നമുക്ക് നേരെ വരുന്ന എന്തെങ്കിലും ഇത് വരുമ്പോ നമ്മൾ ആകെ തളർന്ന ഒരു അവസ്ഥ ആവൂലേ. ഒരു ഇല മരത്തിൽ നിന്ന് കൊഴിയുമ്പോ അത് ഇല നിലത്തേക്ക് വീഴുമ്പോ അത് എത്ര തവണ മറിയണമെന്നും അത് നിലത്തേക്ക് വീണ് കഴിഞ്ഞാൽ ആ മണ്ണിൽ നിന്ന് എത്ര തരികൾ തെന്നി മാറണമെന്നും എല്ലാം റബ്ബിന്റെ അറിവോട് കൂടിയാണെന്ന് ഇതെല്ലാം നമുക്കറിയാം. അപ്പൊ നമ്മളെ വിശ്വാസം നമുക്ക് സ്ട്രോങ് ആവണം. പൂർണ്ണമായിട്ട് അള്ളാഹിനെ ഏൽപ്പിക്കണം. ഇപ്പൊ മക്കളെ കാര്യം പറഞ്ഞില്ലേ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിട്ട് നമ്മളെ ഈമാനും നമ്മൾ സ്ട്രോങ് ആണേ. നമ്മളെ വിശ്വാസവും നമ്മളെ കർമ്മങ്ങളും നന്നാക്കിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ച് കഴിഞ്ഞാല് പിന്നെ ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിലേക്ക് നമുക്ക് തവക്കുൽ ചെയ്യാൻ കഴിയണം. അപ്പൊ നമുക്ക് നമ്മളെ മനസ്സിൽ വരേണ്ടത് എന്താണെന്നറിയോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ.
ആ വചനങ്ങളാ നമ്മളിലേക്ക് വരേണ്ടത്. നമ്മൾ എത്ര നമ്മളിങ്ങനെ ദുർബലമായി പോകുന്ന ഒരവസ്ഥ വന്നെന്ന് വിചാരിച്ചു, അപ്പോഴൊക്കെ നമ്മളെ മനസ്സിലേക്ക് വരേണ്ട വാക്കിതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലെ? നമ്മൾ ഇടക്കിടക്ക് പറയാറില്ലേ? ശരിക്കും അത് അറിഞ്ഞു പറയുമ്പോഴാണ് അതിനൊരു ഒരു ഒരു മാധുര്യം കൂടുന്നതും അതിന്റെ ഫലം നമുക്ക് അനുഭവിക്കാനും കഴിയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്താ നമ്മൾ പറയുന്നത്? അത് അള്ളാനെ കൊണ്ടല്ലാതെ അല്ലെ ഒരു കഴിവില്ല. ലാ ഹൗല വലാ ഖുവത. നമുക്ക് നമ്മുടെ കാലുകള്, നമ്മളെ കൈകൾ, നമ്മളെ വിരലുകൾ, നമ്മുടെ കണ്ണുകൾ നമുക്ക് ചലിപ്പിക്കാൻ കഴിയണമെങ്കിൽ ആരുടെ സഹായം വേണം? അള്ളാന്റെ സഹായം ഇല്ലാണ്ട് നമുക്കൊന്നും കഴിയൂല. അല്ലെ? അള്ളാനെ കൊണ്ടല്ലാതെ ഒരു കഴിവില്ല, ഒരു ശക്തിയില്ല. അത് നമ്മളെപ്പോഴും അത് മനസ്സിൽ ഉണ്ടായിക്കൊണ്ട് തന്നെ നമ്മൾ പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ചിലപ്പോ നമുക്ക് നമ്മൾ ചെയ്ത ചില കാര്യങ്ങളോട് നമുക്ക് ഭയങ്കര അഭിമാനത്തോടെ നമ്മൾ പറയുമ്പോൾ പോലും നമ്മളെ മനസ്സിൽ ഒരു തരി പോലും ഇതെന്റെ കഴിവാണ് എന്നുള്ള ഒരു ചിന്ത വന്നു പോകരുത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇന്ന് എനിക്കിപ്പോ നിങ്ങളെ മുമ്പിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഒന്നും കൂടി അലാഹവല വലാഖുവത്തിന്റെ മീനിങ് പറയോ? ഇവിടെ വേറെ ഒരാൾക്ക് കേൾക്കാനാ. ഹൗലെന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നമുക്കിങ്ങനെ ചലിക്കാനുള്ള ഒരു ഇതിനാ പറയുന്നത്. അതുപോലെ ഖുവത്ത് എന്ന് പറഞ്ഞാല് കഴിവ്, ശക്തി. നമുക്ക് ലാ ഹൗല വലാ ഖുവത ഇല്ല, അള്ളാനെ കൊണ്ടല്ലാതെ നമുക്കൊരു ശക്തിയും ഒരു കഴിവും ഇല്ല എന്നുള്ളതാണ്. നമുക്കൊന്ന് ചലിക്കാൻ പോലും അള്ളാനെ കൊണ്ടല്ലാതെ സാധിക്കൂല. വേറെ ആരെന്ത് തലകുത്തി മറിഞ്ഞാലും അള്ളാഹ് വിചാരിക്കാണ്ട് നടക്കൂല. ആ വിശ്വാസം നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതുപോലെ നമ്മൾ എല്ലാ നിസ്കാര ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനാത്. എന്താണത്? നമ്മളത് എന്തർത്ഥത്തിലാ പറയുന്നത്? അള്ളാഹ് തന്നത് തടയാൻ ഒരാൾക്കും കഴിയൂല. അല്ലെ? അള്ളാഹ് തടഞ്ഞത് തരാനും ആർക്കും കഴിയൂല. അത് ആരെങ്ങനെ നമ്മൾ പരിശ്രമിച്ചാലും ആരെന്തെല്ലാം തലകുത്തി മറിഞ്ഞാലും കഴിയൂല. അത് നമ്മളെ വിശ്വാസത്തിന്റെ ഭാഗമാണത്. ഇതെല്ലാം നമ്മളെ ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കണം. എന്നാലേ നമുക്ക് സമാധാനം കിട്ടും. അല്ലെങ്കിൽ ഇല്ലേ, ഒരു കാലത്ത് നമുക്ക് ഈ ദുനിയാവിൽ സമാധാനം എന്ന് പറയുന്നത് ഉണ്ടാവൂല. എപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും തന്നെയായിരിക്കും. ചിന്തിക്കുമ്പോൾ ഒരു ആശ്വാസം തോന്നേ ചെയ്യില്ല. നേരെ മറിച്ച് ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴോ അൽഹംദുലില്ലാ മനസ്സറിഞ്ഞ് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇപ്പൊ നമ്മൾ എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാൻ അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ച അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലേ? എന്ത് നല്ല പ്രാർത്ഥനയാന്നറിയോ അത്? ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ടാവും. പക്ഷെ ഈ തത്തമ്മനെ ദിക്റ് പഠിപ്പിച്ചു കൊടുത്ത ഒരു ഉസ്താദിന്റെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? തത്തമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ തത്തമ്മ മരിക്കുമ്പോ അതിന് ചൊല്ലാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? അതിങ്ങനെ ചൊല്ലിപ്പാടി നടന്നിട്ടേ ഉള്ളൂ. അത് ഹൃദയത്തിലേക്ക് ഇതായിട്ടല്ല പഠിച്ചത്. അല്ലെ? അതേപോലെ ആവരുത് നമ്മൾ അല്ലാഹുമ്മ അഇന്നി എന്ന് പറയുമ്പോ അല്ലാഹു എന്നെ സഹായിക്കണേ റബ്ബേ, അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നിനക്ക് ദിക്ർ, നിന്നെ ഓർമ്മിക്കാൻ, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ, നിനക്ക് നന്ദി കാണിക്കാൻ നീ സഹായിക്കല്ലാ. അള്ളാന്റെ സഹായം വേണം നമുക്ക്, എന്നാലേ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. അഹങ്കാരത്തിന്റെ ഒരു അംശം നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാകാനേ പാടില്ല. പറയുന്ന ഈ ഒരു ഇതിൽ തന്നെ ഒരു അവസാനം പറയുന്നുണ്ട് ആ ഭാഗങ്ങള്. അതായത് ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന ഏറ്റവും മോശപ്പെട്ട രണ്ട് സ്വഭാവങ്ങൾ പറയുന്നത് ഒന്ന് റിയാഉം മറ്റൊന്ന് കിബറുമാണ്. അത് ഖൽബിനെ നശിപ്പിക്കുന്ന പറയുന്നത്. ഉണ്ടാകാനേ പാടില്ല, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിന്റെ ഒരു ഇത് പറയുന്നത് എന്താണെന്നറിയോ? അതായത് റിയാ ഇല്ലാണ്ടിക്കാന് ഇയ്യാക നഅ്ബുദു, കിബർ ഇല്ലാണ്ടിക്കാന് ഇയ്യാക നസ്തഈൻ. ഇത് രണ്ടും നമ്മൾ ശരിക്കും മനസ്സറിഞ്ഞ സൂറത്ത് ഫാത്തിഹ നമ്മൾ നിസ്കാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ട് 17 തവണ ഫർള് നമസ്കാരങ്ങളിൽ നമ്മളെ കൊണ്ട് നിർബന്ധമായും അത് പറയിക്കുന്നുണ്ടെങ്കിൽ അത് ഇതാന്ന് പറയുന്നത്. ഈ റിയാഉം കിബറും നമ്മളെ ഇല്ലാണ്ടിക്കാൻ. അതായത് ഞാനെന്നൊരു ഭാവം, അതാണല്ലോ റിയാ. അല്ലേ? ഞാനാണ് ഞാൻ അല്ലെ? അല്ലെങ്കിൽ ആൾക്കാരെ കിബറാണ് റിയാ എന്ന് പറയുന്നത് ആളുകളെ മുമ്പില് ഒരു
ഇത് കിട്ടാന്, പേരും പ്രശസ്തിയും അല്ലെ, ആൾക്കാര് നല്ലത് പറയാൻ വേണ്ടിട്ട്. സത്യത്തിൽ അങ്ങനെയല്ല. നിന്നെ മാത്രമാണ് റബ്ബെ നമ്മൾ ആരാധിക്കുന്നത്. നിന്നെ വേറെ ആരും ഞാൻ ആരാധിക്കുന്നില്ല. വേറെ ആരും എന്നെ നല്ലത് പറയണ്ട അല്ലെ, എന്നെ കുറിച്ച് നല്ലത് പറയണ്ട, നല്ലത് ചിന്തിക്കേണ്ട, ആരും എനിക്ക് ഒരു ഇതും തരേണ്ട ആവശ്യമില്ല, ഒരു കോംപ്ലിമെന്റ്സും ഒരാളെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടണ്ട എന്ന് മനസ്സിൽ വിചാരിക്കണം. അതാണ് ഇയ്യാക നഅ്ബുദു. പിന്നെ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാല് നിന്റെ സഹായം ഇല്ലാണ്ട് എനിക്കൊന്നും നടക്കൂല അല്ലേ. ഇപ്പം പിന്നെ ഇതിൽ പറഞ്ഞ വേറൊരു പോയിന്റ് എന്താണെന്നറിയോ, നമ്മളെല്ലാം റബ്ബില് തവക്കുൽ ചെയ്യണം എന്ന് പറഞ്ഞല്ലേ. നമുക്ക് ഒരു വിശ്വാസം ഉണ്ടാണ്, അതായത് നമ്മൾ മരിച്ചാലും മരിക്കാത്തൊരു റബ്ബുണ്ട് എന്നുള്ളൊരു വിശ്വാസം. സുബ്ഹാനല്ലാഹ്. ഓരോ പോയിന്റും എനിക്ക് ഭയങ്കര വെച്ചാൽ അത്രയും നമുക്ക് അത് എന്തോ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയി തോന്നുന്നു. അതാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. നമ്മൾ മരിച്ചാലും മരിക്കാത്ത റബ്ബുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും വിഷമം വരുമ്പോ നമ്മൾ ചിന്തിക്കുക എന്താണെന്നറിയോ, നമ്മൾ മരിച്ചു കഴിഞ്ഞാല് നമ്മളെ മക്കളെ കാര്യം അല്ലെ, എന്റെ മോൾ ചെറുതല്ലേ, അല്ലെങ്കിൽ എന്റെ പിന്നെ മാപ്പിള എന്താക്കാ, അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള മക്കളുടെ കാര്യത്തിൽ ഇങ്ങനെ ചിന്തിക്കും അല്ലെ. ഞാനാറ്റ പെട്ടെന്ന് എന്തെങ്കിലും ആഴ്ച മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖം വന്ന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാല് വേഗം നമ്മൾ അങ്ങനെ ചിന്തിക്കാം അല്ലെ. എന്തിനാ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് ടെൻഷൻ ആവുന്നേ? നമ്മളെ കാര്യം നമ്മളാ ചെയ്യുന്നേ, നമ്മളെ മക്കളെ കാര്യം നമ്മളാ ചെയ്തു കൊടുക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മള് മരിച്ചാലും നമ്മളെ മരിക്കാത്തൊരു റബ്ബുണ്ട്, നമ്മളെക്കാൾ സ്നേഹിക്കുന്ന, നമ്മളെ മാതാപിതാക്കളെക്കാൾ സ്നേഹിക്കുന്ന റബ്ബ് നമുക്കുണ്ട്. നമ്മളെ ഇവിടെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ ആ റബ്ബ് ഉണ്ടാകുമ്പോ നമ്മളെ മക്കളെ കാര്യത്തിൽ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, അല്ലെ, നമ്മൾ എന്തിനാ ബേജാറാകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളെ ചിന്തിക്കേണ്ട വിഷയമാണ് ഇതെല്ലാം. ഇപ്പൊ നമ്മളെ ഹാർട്ട് അതിങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. എത്രയാണ് ഒരു മിനിറ്റില് എത്ര പ്രാവശ്യമാണ് അത് മിടിച്ചുകൊണ്ടിരിക്കുന്നത്? അത് നമ്മളുടെ നിയന്ത്രണത്തിലാണോ? നമ്മൾ വിചാരിച്ചിട്ടാണോ അത് ഇടിച്ചുകൊണ്ടിരിക്കുന്നത്? ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നത് നമ്മള് വിചാരിച്ചിട്ടാ അത് സംഭവിക്കുന്നത്? അതൊരു നിമിഷം നിർത്താനുള്ള വിചാരിച്ചാൽ എന്താ സംഭവിക്കാം? എല്ലാം സ്റ്റോപ്പ് ആകൂലേ. നമ്മളെ കൺപോളകള് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാ? ഈ മിഴി അടക്കുന്നില്ലേ, നമ്മൾ കൺപോളകൾ നമ്മൾ അടക്കുന്നില്ലേ? സത്യത്തില് ഈ കൺപോളകൾക്ക് നമുക്ക് അടക്കാൻ പറ്റിയിട്ടുണ്ടില്ലേ ഇല്ലെങ്കിലേ നമ്മളെ കണ്ണുകൾക്ക് നമുക്ക് ഇങ്ങനെ കാണാനുള്ള കഴിവുണ്ടാവില്ല എന്ന് പറയുന്നു. കണ്ണ് ഡ്രൈ ആയിട്ട് കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. നമ്മൾ ഈ മിഴി അല്ലെ, ശരിക്കും നമ്മൾ അറിയാണ്ട് നമ്മൾ ഈ ഇത് എത്ര പ്രാവശ്യം നമ്മൾ അടച്ചു തുറക്കുന്നുണ്ട്? ഒരു സെക്കൻഡ് പോലും പറയാൻ പാടില്ല, അതിനേക്കാളും കുറഞ്ഞ സമയം കൊണ്ട് നമ്മള് കണ്ണെത്ര പ്രാവശ്യം അടച്ചു തുറക്കുന്നില്ലേ. സുബ്ഹാനല്ലാഹ്. ഞാനിപ്പൊ ഇത് നിങ്ങളോട് പറയുമ്പോ നിങ്ങൾ ഓരോരുത്തർ എത്ര തവണ മിഴി അടച്ചു തുറന്നിട്ടുണ്ടാവും അല്ലേ? സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത് നമ്മളാ ചെയ്യുന്നത്? നമ്മളെ കഴിവാണോ അത്? അതുപോലെ രാവിലെയും വൈകുന്നേരം പ്രാർത്ഥനയിൽ പറയുന്നുണ്ടല്ലോ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലി ശഅനി അല്ലെ, ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കില്ലേ റബ്ബേ. ശരിക്കും ഒരു ഇമ വെട്ടുന്ന നേരം എന്ന് പറയുന്നതില്ലേ ഒരു സെക്കൻഡ് പോലും ഇല്ല. ഉണ്ടാ? നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോ നമുക്ക് എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടാ? ഒന്നുമില്ലല്ലേ. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ. എന്നാ കണ്ണിന് ചില പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഇങ്ങനെ ചിമ്മിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. അതൊരസുഖാണ്. നോർമലി ഇപ്പൊ പോകുന്നതോ എത്ര വലിയ അനുഗ്രഹം. നമ്മളത് അറിയോ? നമുക്കത് അറിയോ? നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാ? അൽഹംദുലില്ലാ. അതുപോലെ നമ്മളെ നാവിന് അല്ലാഹു തആല രുചിക്കാനുള്ള കഴിവ്, നമ്മളെ തൊലികൾ തൊട്ടറിയാനുള്ള ആ ഒരു കഴിവ്, ഇതൊക്കെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഈ ചോദിക്കുന്നത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അത് നമുക്ക് എടുക്കാനുണ്ട് കേട്ടോ. സൂറത്ത് സുമറില് നമ്മള് ഇപ്പം 23, 24 അങ്ങനെ ആയിട്ടുള്ളൂ. 36-ാമത്തെ ആയത്ത്.
സൂറത്ത് സുമറിലെ 36-ാമത്തെ ആയത്തിൽ അതാണ് തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്ത് സുമർ പറയുമ്പോൾ അത് പറയാം. പക്ഷെ ഈ ക്ലാസ്സിൽ ആ പോയിന്റ് ശരിക്കും എന്താ പറയാ, ഓരോന്നും നമ്മള് മനസ്സറിഞ്ഞ് കേട്ട് അതിലെ പാഠം ഉൾക്കൊണ്ട് നമ്മൾ ജീവിതത്തിലേക്ക് പകർത്താനുള്ളത് പകർത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. എന്നിട്ട് അതിനുശേഷം വരുന്ന ഭാഗങ്ങളെല്ലാം ഭയങ്കരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വചനങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വഴിയേ നമുക്ക് പറയാം. നമ്മൾ ആ സൂറത്ത് സുമർ എന്തായാലും എടുക്കുന്നുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ഇനി ഒരു ദിവസം എനിക്ക് കിട്ടീനി അന്ന് സുമർ എടുക്കാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഈ അടിമക്ക് അള്ളാഹു പോരെ, അള്ളാഹു മതിയായവനല്ലേ, നിനക്ക് അള്ളാഹു അല്ലാത്ത പിന്നെ വേറെ ആരെങ്കിലും വേണോ? അതും ഉണ്ട് അവിടെ ചോദ്യം അല്ലെ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം നിന്നെ പിന്നെ ഭയപ്പെടുത്തുന്നുണ്ടോ? എന്നാ അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ചാല് അവനെ വൈവേപ്പിക്കാൻ ഒരാളുണ്ടാവില്ല. എന്നാ വൈപേവിലാക്കിയാലോ അവനെ ഹിദായത്തിലാക്കാനും ആരും ഉണ്ടാവില്ല. അലൈസ അല്ലാഹു ബിഅസീസിൻ സിൻതിഖാം എന്നും ചോദിക്കുന്നുണ്ട്. ആ ആയത്തിന്റെ അടുത്ത ആയത്തിൽ ചോദിക്കുന്നുണ്ട്, അള്ളാഹു കഠിനമായി ശിക്ഷാ നടപടി എടുക്കുന്നവനല്ലേ എന്ന്. അതുകൊണ്ട് അല്ലേ. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം എവിടെയെന്നറിയോ പറയുന്നത്? 37-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്താണ്. ഖുൽ ഹസ്ബിയല്ലാഹ്. അതാണ് എന്തെല്ലാം പരീക്ഷണങ്ങള് നമ്മൾ മുന്നോട്ട് പോയാലും നിനക്ക് അള്ളാഹു പോരെ. അന്നേരം പറയണം എന്ത്? മതി. ഹസ്ബി അല്ലാഹ്, എനക്ക് അള്ളാഹ് മതി, വേറെ ആരും വേണ്ട അല്ലെ. ഹസ്ബി അല്ലാഹ്, അതാണ് അതിന്റെ ഉത്തരം. സുബ്ഹാനല്ലാഹ്. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവർ അവനിലാണ് ഭരമേൽപ്പിക്കുന്നത്. അതാണ് അതിന്റെ ഉത്തരം. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അൽഹംദുലില്ലാഹ്. അത് സുമർ എടുക്കുമ്പോൾ ഞാൻ ആ ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പം അള്ളാഹു ആരാണ്? അള്ളാഹു നമുക്ക് മതിയായവനാണ് അല്ലെ. ഹസ്ബി അല്ലാഹ്, ഹസ്ബി. നമ്മൾ രാവിലെ വൈകുന്നേരം ഇത് പറയുന്നില്ലേ? ശരിക്കും മനസ്സറിഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ടോ എന്ന് ചിന്തിച്ചാ മതി. എനിക്ക് എന്റെ റബ്ബ് മതി, വേറെ ആരും വേണ്ട അല്ലെ. ശരിക്കും അള്ളാഹു അതാ ഇഷ്ടം. നമ്മൾ വേറെ ആരോടും ഒന്നിനും ചോദിക്കാണ്ടിരിക്കുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ നമ്മളെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അത് പറയാനുണ്ട്. നമുക്കിപ്പം സൂറത്ത് ആലിമ്രാൻ എടുക്കാനുണ്ടല്ലോ, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. അത് ആ ആയത്തിന്റെ വിശദീകരണം പറയുമ്പോൾ ഇതും ഒരു കാര്യം പറയുന്നത്. അതായത് ചിലത് അവിടെ പറയല്ലേ, അതായത് നമുക്ക് അള്ളാഹ് മതി, അള്ളാഹ്ക്ക് പിന്നെ അതാ ഇഷ്ടം. നമ്മള് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ ഗുണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അവർ പറയുന്ന അവർ ആരോടും ഈ മന്ത്രിക്കാനോ ദുആ ചെയ്യാനൊന്നും ആവശ്യപ്പെടാത്തവരാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും ആ ആവശ്യപ്പെടൽ പോലും അനുവദിച്ചതാണെങ്കിൽ പോലും ഒഴിവാക്കുന്നതാണ് ഖൈർ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ഒരാളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം, അനുവദിച്ചതാണ്. പക്ഷെ അത് ആവശ്യപ്പെടാതിരിക്കുന്നതാണ് എന്ത്? ഖൈർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആവശ്യപ്പെടാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മള് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ തന്നെ നമ്മളെ റബ്ബിനോട് നമ്മളിടയിൽ ഒരാളെ അങ്ങനെ പോലും ഇടയിൽ ആക്കുന്നത് അള്ളാഹ്ക്ക് അതിനേക്കാൾ ഇഷ്ടം അങ്ങനെ ഒരാളെ പോലും ഇടയിൽ കൊടുക്കാണ്ട് ഡയറക്റ്റ് അള്ളഹാനോട് അല്ലെ. ഇത് ഊനി അസ്തജിബു ലക്കും, എന്നോട് ചോദിക്ക് ഞാൻ തരാം ഉത്തരം അല്ലെ. പിന്നെന്തിനാ നമ്മൾ വേറൊരാളോട് പറയുന്നത്? നമുക്ക് വിശ്വാസം വേണം. പക്ഷെ വിശ്വാസം യഖീൻ ഉണ്ടാകണം, തവക്കുൽ ഉണ്ടാകണം. ഞാൻ ചോദിച്ചാൽ എന്റെ റബ്ബ് തരും എന്നൊരു വിശ്വാസം നമ്മൾ ഹൃദയത്തിൽ ഉറപ്പിക്കണം. അപ്പം നമുക്ക് അള്ളാഹു ആരാകും? അള്ളാഹു വലിയുല്ലദീന ആമനു. വിശ്വാസികൾക്ക് അള്ളാഹു ആരാകും? വലിയാകും ഇല്ലേ. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യും വലാ നസീർ. യൂസുഫ് നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖനി ബിസ്സാലിഹീൻ. നമുക്ക് പറയാൻ കഴിയോ? അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കഴിയോ? അൻത വലിയ്യി ഫിദ്ദുനിയാ വൽ ആഖിറ, നീയാണ് എന്റെ വലിയ ദുനിയാവിലും ആഖിറത്തിലും. അതുകൊണ്ട് തവഫനി മുസ്ലിമൻ. ഇതെല്ലാം നമ്മൾ എത്രയോ പ്രാവശ്യം പറയും ചൊല്ലും ഒക്കെ ചെയ്തതാണല്ലേ. പക്ഷെ ഇതെല്ലാം നമ്മൾ മനസ്സറിഞ്ഞ് ചൊല്ലാനും പറയാനും കഴിയണം.
അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലെ, തവഫനി മുസ്ലിമൻ വഅൽഹിഖനി ബിസ്സാലിഹീൻ. നമ്മൾ എന്ത് ആവശ്യം വന്നാലും മുട്ടേണ്ടത് അള്ളാന്റെ വാതിലിൽ മാത്രമായിക്കണം. മുട്ടേണ്ടടുത്തെല്ലാം മുട്ടി 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 എവിടുന്ന് ഉത്തരം കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തരം താണ് പോകരുത്. അല്ലെ, നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോ നമ്മൾ മറ്റു പലതിലേക്കുമാണ് നമ്മളെ ചിന്തകൾ പോകല. അവരോട് പറഞ്ഞാലും ഇവരോട് പറഞ്ഞാലും അത് ചെയ്താൽ ഇത് ചെയ്താൽ അങ്ങനെ ഇങ്ങനെ സ്വാഭാവികമായിട്ട് മനുഷ്യന് വരുന്ന ഒരു ചിന്തയാണത്. പക്ഷെ അതിനെല്ലാം മുമ്പില് ഞാൻ എന്റെ റബ്ബിനോട് പറയണം എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം. ഫസ്റ്റത്തെ മുട്ടല് അത് അള്ളാന്റെ വാതില്. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ അങ്ങനെ ആ രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായും ഈ ദുനിയാവിൽ തന്നെ നമുക്ക് മനസ്സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയും. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരു ഭാഗത്ത് ഉണ്ടാകും. അത് ദുനിയാവാണ്, ജീവിതമാണ്, അത് അള്ളാഹ് പറഞ്ഞതാണ് അല്ലെ. അത് നമ്മളെ ക്ഷമ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഉണ്ടാവും, പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതം ഉണ്ടാവൂല. പക്ഷെ നമ്മൾ എന്താകണം, അതിനു മുമ്പിൽ തോറ്റുപോകാൻ പാടില്ല. കാരണം നമ്മൾ തോൽക്കേണ്ടവരല്ല. നമ്മൾക്ക് ആരുണ്ട്? നമുക്ക് റബ്ബുണ്ട്. അൽഹംദുലില്ലാ അല്ലെ. വഹുവ മഅക്കും ഐനമാ കുന്തും. ബാക്കി നിങ്ങള് ക്ലാസ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ ഏറെക്കുറെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഫുള്ളായിട്ടില്ല കേട്ടോ, പകുതി ആയിട്ടുള്ളൂ. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ആ ക്ലാസ് കുത്തുബ ഒന്നും കൂടി ഇട്ടുതരാം ഗ്രൂപ്പില്. വെള്ളിയാഴ്ച ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻഷാ അല്ലാഹ് കേൾക്കാത്തവർ എന്തായാലും കേൾക്കണം, മനസ്സറിഞ്ഞ് കേൾക്കാനും പാഠം ഉൾക്കൊള്ളാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. നസീർ, ഈ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തു, എന്നിട്ട് അടുത്ത വേറെ റെക്കോർഡിംഗ് ആക്കാം നമുക്ക്. നസീറ മോളെ, ആ ഇപ്പൊ ചെയ്യാം, ഒരു മിനിറ്റ് ഇപ്പൊ ചെയ്യാം. ഉം